എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രസവിച്ച് കിടന്ന കുഞ്ഞിനെ കാണാൻ വന്ന ഒരു വ്യക്തി ആ കുഞ്ഞിനോട് ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പങ്കിടുന്ന. അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ. അതിനു മുന്നേ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. 3 ദിവസം മുമ്പിട്ട വീഡിയോ ഇപ്പം 33,000 മുകളിലേക്ക് പോയിട്ടുണ്ട്. 33,000 മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു. മടി എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടു കൂടി 63,000 മേളിൽ പോയി. അതുപോലെ തന്നെ കുട്ടികളുടെ കൈയക്ഷരം എങ്ങനെ നന്നാക്കാം എന്നുള്ള വീഡിയോ 49,000 മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ കാണുക കേട്ടോ. ഒത്തിരി നന്ദി എല്ലാവർക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ഒരു കസിൻ പ്രസവിച്ച് കിടക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ. ഒരു ബന്ധു കാണാനായിട്ട് വന്നു. ആ ബന്ധുവിന്റെ കൂടെ വേറെയും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ആട്ടോ പുള്ളിക്കാരി. വന്ന ഉടനെ വളരെ അധികാരത്തോടെ കുഞ്ഞിനെ കോരിയെടുക്കുകയും, അത് ഉണ്ടായി 2 ദിവസമായ കുഞ്ഞിനെ കോരിയെടുക്കുകയും അതിനെ അമർത്തി മുഖത്തൊക്കെ ചുംബിക്കുകയും അതിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുക. അതുപോലെ തന്നെ ആ കുഞ്ഞ് കരയുന്നിടം വരെ അവർ അതുപോലെ അതിനെ ഇട്ട് അമർത്തുകയൊക്കെ ചെയ്യുകയാണ്. ഇതെല്ലാം നോക്കി നിസ്സഹായമായിട്ട് അവൾക്ക് നിൽക്കേണ്ടി വന്നു. കാരണം അമ്മായിയപ്പന്റെയും അമ്മായിയമ്മയുടെയും ഒക്കെ ബന്ധത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവൾക്ക് പറ്റുകയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉള്ളിൽ നിന്ന് വരുന്നില്ലായിരുന്നു. ആ ദിവസം മുഴുവൻ ആ കുഞ്ഞ് കരച്ചിലായിരുന്നു, അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. അതിനുശേഷം ആ കുഞ്ഞിന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ ചൂട് കുരുക്കൾ വന്നു. കാരണം ഈ വന്ന് ഉമ്മ വെക്കുന്നവരൊക്കെ ഈ അതായത് യാത്ര ചെയ്ത് വിയർത്തൊക്കെ വരുന്നവരാണല്ലോ ഈ ചെയ്യുന്നത്. എന്തായാലും രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ അമ്മ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. കാരണം അവളും ഹസ്ബൻഡും കൂടെ പ്ലാൻ ചെയ്ത് കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ബന്ധുക്കൾ വരണ്ട എന്നുള്ള രീതിയിൽ പലരും ഹോസ്പിറ്റലിൽ ഏതാണ് എവിടെയാ കുട്ടി ഉണ്ടായി കിടക്കുന്നതെന്നൊക്കെ ചോദിച്ച സമയത്ത് ഇപ്പോൾ കാണാൻ വരണ്ട, കുഞ്ഞിന് ഒരു 2 മാസത്തേക്ക് കുട്ടി വേറെ ആരെയും അടുപ്പിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ചെറുതായി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളെയും സന്ദർശകരെ അവർ അകറ്റി നിർത്തി. ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ ആയിക്കോട്ടെ കാണുന്നതിന്റെ ഒരു സാമാന്യ മര്യാദ പോലും നമ്മൾക്കില്ല. നമ്മൾ നാട്ടുനടപ്പിന്റെ പേരിൽ ഇടിച്ചു കയറി ചെല്ലുന്ന ചില സ്ഥലങ്ങളാണ് ഈ പ്രസവിച്ച് കിടക്കുന്നിടത്തും ഈ രോഗികളെ കാണുന്നിടത്തും. ഒന്ന്, പ്രസവിച്ച് കിടക്കുന്ന വീടുകളിൽ കുഞ്ഞിന്റെ സംരക്ഷണം, അമ്മയുടെ സംരക്ഷണം, ഇതൊക്കെ മിക്കവാറും നമ്മുടെ അമ്മച്ചിമാര് തന്നെയാണല്ലേ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ കുളിപ്പിക്കാൻ ഒരു സ്ത്രീയൊക്കെ വന്നേ ഇരിക്കുള്ളൂ. ഈ സമയം ഉച്ച സമയമാകുമ്പോൾ ചില ബന്ധുക്കൾ വണ്ടി നിറയെ വന്നിറങ്ങും. എന്നിട്ട് ഈ അമ്മേനെയോ കുഞ്ഞിനെയോ ഒന്നും നമുക്ക് പരിചരിക്കാൻ പറ്റില്ല. പല ജോലികളും, അവർക്ക് സമയത്തിന് ആഹാരം കൊടുക്കണം, അവരുടെ വസ്ത്രവും മുറികളും വൃത്തിയാക്കി വെക്കണം. ഇതൊക്കെ ഒരാളായിരിക്കും ആ വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. മിക്ക വീടുകളിലും മിഡിൽ ക്ലാസ് ഫാമിലികളിലെല്ലാം അമ്മച്ചിമാരെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഈ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാതെ ഈ രംഗബോധമില്ലാത്ത കോമാളികളായിട്ട് ഉച്ച നേരം കടന്നു വരുന്ന ചില ബന്ധുക്കളൊക്കെ ഉണ്ട്. എൻ്റെ പല കസിൻസും പറയാണ്ടടി, അമ്മയ്ക്ക് ഇന്ന് പല ജോലികളും നടന്നില്ല, പാവം എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുക. അവള് പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് അവള് റെസ്റ്റിലായിരിക്കുമല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ ബന്ധുക്കൾ വന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ട്. നമുക്ക് ബോധമില്ല. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ ചെന്ന് കണ്ടില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പറന്നൊന്നും പോകത്തില്ലല്ലോ. അത് 1 മാസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലേ? അത് ചെയ്യത്തില്ല. നമുക്ക് അല്ലെങ്കിൽ ഒരാള് ഒരു സമയം കണ്ടെത്തി ഒരു 4 മണി സമയം നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ചെന്നു കണ്ടു ഇറങ്ങി, അങ്ങനല്ല പലരും ചെയ്യാറ്. പിന്നെ ചെയ്യുന്ന കാര്യം, രോഗികള്, അതായത് ഒരു സർജറിയൊക്കെ, ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് എന്തോരം സുരക്ഷിതത്വം വേണമെന്നറിയോ? അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് മരണം വരെ സംഭവിച്ച ഒരു അനുഭവം ഉണ്ട്. അതായത് ഈ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് ആ വീട്ടുകാർ മാക്സിമം ഇൻഫെക്ഷൻ ആകും, ആൾക്കാരെ അകത്ത് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി ആളുകൾ വന്ന് ഇൻഫെക്ഷൻ കൂടി ഈ പറഞ്ഞ പോലെ മരണം വരെ സംഭവിച്ച സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഒരാൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ബസ് പിടിച്ചൊക്കെ വരും. കാരണം പണ്ടത്തെ കാലത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൽ അവരോട് തന്നെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ വരാതിരിക്കുന്നത്, ആൾക്ക് വയ്യാതിരിക്കുകയല്ലേ, ഒന്ന് ഭേദമായിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ ആർക്കും ഒരു പിണക്കവും ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിവതും ആ രോഗിയുടെ റൂമിൽ ഇടിച്ചു കയറി ചെല്ലാതിരിക്കാനുള്ള മര്യാദയെങ്കിലും ഒന്ന് കാണിക്കത്തില്ലേ? അതാരും ചെയ്യാറില്ല. പിന്നെ കണ്ടുവരുന്ന ഒരു ഭയങ്കര പരിപാടിയാണ് കുറെ ജഡ്ജിങ് പാനലുകാര്. ഈ പ്രായമായവര് കിടപ്പിലായ വീടുകൾ ഉണ്ടാവും. അതായത് അവര് ബെഡിൽ തന്നെ യൂറിനൊക്കെ പാസ് ചെയ്ത് അവരുടെ 1ഉം 2ഉം ഒക്കെ ബെഡിൽ തന്നെ സാധിച്ച് അതൊക്കെ വൃത്തിയാക്കുന്നത് മിക്ക വീടുകളിലും മരുമക്കൾ തന്നെയാണ്, അല്ലെ? മക്കളല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലെ സന്ദർശകർക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. മരുമക്കൾ എങ്ങനെയാണ് അവരെ നോക്കുന്നത്, എന്തെങ്കിലും കുറവുണ്ടോ, മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലും. ഈ മക്കൾ തിരിഞ്ഞു നോക്കാത്തടത്തായിരിക്കും ഈ പറഞ്ഞാൽ സ്വന്തം മോൻ പോലും ചെയ്യാത്ത കാര്യമായിരിക്കും ഒരു മരുമോള് ചെയ്യുന്നത്. പക്ഷെ
അതൊന്നും ആൾക്കാർക്ക് കാണണ്ടല്ലോ. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ അങ്ങനെയും ഞാൻ ആളുകളെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ അങ്ങനെയും ഞാൻ ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് 1-2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന വീടുകളിലൊക്കെ പ്രായമായ അപ്പനും അമ്മയൊക്കെ കിടപ്പിലായിട്ട് അവർ ഈ 2 പേർക്കും ഒരേപോലെ ശ്രദ്ധ വേണ്ടേ? അങ്ങനെയുള്ളിടത്ത് വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഈ വീട്ടിൽ ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കായിരിക്കും. എന്നാലും അവരൊന്ന് മൂത്രം ഒഴിക്കുമ്പോൾ അവിടെയല്ല ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവരെ പരിചരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ബന്ധുക്കൾ വന്നിട്ട് പറയും അടുക്കള നിറയെ പാത്രങ്ങൾ കൂടി കിടക്കുകയായിരുന്നു എന്ന് പറയും. ഇല്ലെങ്കിൽ അവർ പറയും ഏതൊരു പ്രായം അവർ കിടക്കുന്ന മുറിയിൽ ഒരു മൂത്രത്തിന്റെ മണം കാണാം. അവിടെ കസ്തൂരി ഗന്ധമൊന്നും അല്ല വരാൻ പോകുന്നത്. അവിടെ ഞങ്ങൾ ചെന്നപ്പം ഭയങ്കര മൂത്രമണമായിരുന്നേ. മൂത്രം ഒഴിച്ച് കിടക്കായിരുന്നു. ആ പെണ്ണിനൊരു വൃത്തിയില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ചും കേട്ടോ ഇങ്ങനെ ജഡ്ജസ് ആയിട്ട് പോയി ഇങ്ങനെ മാർക്കിടുന്ന ഒരു വർഗം വേറെയില്ല. പിന്നെ കണ്ടുവരുന്നതാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്. ഓടി നടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം അല്ലേ? അവരെ പിടിച്ച് ഒരിടത്തിരുത്തി അവരെ തല്ലുകൊടുത്തിരുത്തിയാൽ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ചെന്നിട്ടും അവിടെ നിരന്ന് കിടക്കുന്നു, ഈ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരു വൃത്തിയില്ലാത്ത അമ്മ. അമ്മ ചിലപ്പം രാവിലെ അത്യാവശ്യം ആ കുഞ്ഞിനും അതിൻ്റെ അച്ഛനും ഒക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ പാത്രം കഴുകാൻ സമയം കിട്ടില്ല. കുഞ്ഞ് ആ നേരമായിരിക്കും അതിനൊന്ന് ടോയ്ലറ്റിൽ പോകുന്നത്. അല്ലെങ്കിൽ അത് വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും സാധിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ആ കുഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് എത്രത്തോളം ശ്രദ്ധ വേണം. ചിലപ്പോൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി മണിക്കൂറോളം ആ കുഞ്ഞിനെ ഒന്ന് സാന്ത്വനപ്പെടുത്തിയിട്ടായിരിക്കും അമ്മ ജോലിയിലേക്ക് കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ രംഗബോധമില്ലാതെ ഉച്ച നേരത്തൊക്കെ കയറി ചെല്ലുന്ന ബന്ധുക്കൾക്ക് ഒരു 100 കുറ്റമായിരിക്കും. അവിടെ ആ ഒരു അമ്മ കൺഫ്യൂസ്ഡ് ആയിരിക്കും. കുഞ്ഞിനെ നോക്കണം, അതോ ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണോ? ഇനി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം കുഞ്ഞ് നിലത്ത് വീഴുകയൊക്കെ ചെയ്യും. അന്നേരം കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടില്ലെന്നുള്ള പഴി ഈ അമ്മയ്ക്കാണ്. ഈ അടുത്ത കാലത്ത് നമ്മളൊരു വാർത്ത കണ്ടില്ലേ? ബന്ധുക്കൾ വീട്ടിൽ വന്ന സമയം ബന്ധുക്കളുടെ ഇടയിലൂടെ തന്നെ കുഞ്ഞ് നടന്നു പോയി അടുത്തുള്ള തോട്ടിൽ വീണു, മരിച്ചു ആ കുഞ്ഞ്. അപ്പം ഈ ബന്ധുക്കൾ ശ്രദ്ധിച്ചില്ല. അമ്മയ്ക്ക് ഈ ബന്ധുക്കളെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ പഴി കേൾക്കുന്ന എപ്പോഴും അമ്മമാരാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവർ തന്നെ ഒന്ന് ആലോചിച്ചേ. രോഗിയായി ആളുകൾ കിടക്കുന്ന വീടുകളിലും കുട്ടികളെ പ്രസവിച്ച് കിടക്കുന്ന വീടുകളിലും കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ പോയി എത്രയോ പേര് നമ്മളോടൊക്കെ വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലേ? എത്ര മനുഷ്യത്വം ഇല്ലാത്ത കാര്യമാണ്. ഉണ്ടായി കിടക്കുന്ന കുഞ്ഞിനും അമ്മയ്ക്ക് ശ്രദ്ധ വേണം, രോഗിയായി കിടക്കുന്നവർക്കും അതീവ ശ്രദ്ധ വേണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ വേണം. ഈ ശ്രദ്ധ കൊടുക്കുന്നവരെ അംഗീകരിക്കാതെ അവർക്ക് ചുറ്റിനും എന്തെങ്കിലുമൊക്കെ നിരന്നു കിടക്കുന്നതോ അവര് ചെയ്യാതെ ബാക്കി വെച്ച ജോലിയുടെ പേരിൽ അവരെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും ഇതൊക്കെ കൂടി ചെയ്യുന്നത് അല്ലേ? പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയുടെ അമ്മയായിരിക്കും ആ പെണ്ണിനെ നോക്കുന്നത്. അവരുടെ ഡെഡിക്കേഷൻ അവരുടെ ആരും ഉറക്കം വിളിക്കാതെ അവർ ഉറക്കമൊളിച്ച് ആ കുഞ്ഞിനെയും അമ്മേനെ നോക്കിയതിന് അവിടെ വിലയില്ല. പിന്നെ സ്വന്തം അച്ഛനല്ലെങ്കിൽ പോലും അല്ലെ സ്വന്തം അമ്മയല്ലെങ്കിൽ പോലും വളരെ ആത്മാർത്ഥതയോടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുടെയും മലവും മൂത്രവും ഒക്കെ നീറ്റാക്കുന്ന മരുമോക്കും അവിടെ വിലയില്ല. ഈ പറയുന്ന രാത്രി ബഹളം ഉണ്ടാക്കുന്ന കുഞ്ഞും വീട്ടിലെ പണികളുടെ ഇടയ്ക്കും വീർപ്പ് മുട്ടുന്ന ആ ഒരു അമ്മ, ഓടി നടക്കുന്ന 2 വയസ്സ് 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയ്ക്കും യാതൊരു വിലയില്ല. നമ്മൾ അവിടെ ഒരു 100 കുറ്റം കണ്ടുപിടിക്കും മലയാളികളല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് ശരിയാണോ എന്ന്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുമായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ ദയവേത് അതുങ്ങളെ ഉമ്മ വെച്ച് ഞെക്കിയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കരുത്. മറ്റൊരാളുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.